എന്നെ ഈ വീഡിയോയിൽ കാണുന്നുണ്ടോന്ന് പോലെ എനിക്ക് അറിയാം. ഞാനുണ്ടോ? സന്തോഷം. ചുണ്ണാനി തുടച്ചേ. ചുണ്ണാനിയൊക്കെ തുടക്കണം. മെല്ലെ തുടക്കാറുണ്ട് ചുണ്ണാനി. ഞാനിപ്പോ എന്തൊക്കെയാ പറയുന്നത് പോലും എനിക്കറിയത്തില്ല. CAD മൂസയിലെ ബിന്ദു പണിക്കരുടെ മാതിരിയാണ് ആരോ ബേബി. എന്തൊക്കെയാ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ്. ഗുഡ് മോർണിംഗ്. യെസ്, സക്സസ്. എന്റെ മുഖത്ത് അത് തേക്കാനല്ലേ എനിക്കറിയാം. വേണ്ട, നോ നോ എന്ന് പറഞ്ഞാ നോ. ബുബു ഉടുപ്പിടുവാണോ? ഗുഡ് ബോയ് ബുബു. വാവ്, ബ്ലൂ കളർ. ആരോ ബേബിയുടെ തലയുടെ 1 വീക്കാണ് നമ്മുടെ ഗോവയിലേക്ക് പോണെങ്കിൽ ആദ്യം വേണം ഗോവ വേണം. എന്ത് വേണം? ഗോവ വേണം. ഗോവയിലേക്ക് എങ്ങനെ ഗോവയിലേക്ക് പോകും? ഈ വളിപ്പ് നിങ്ങൾ ഇപ്പൊ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോ. ഇവന്റെ ഈ വളിപ്പ് കേൾക്കാത്തതാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു നമ്മുടെ ഗോവ ബ്ലോഗ്. അത് അഞ്ജനുണ്ട്, ഞാനുണ്ട്. നമ്മുടെ ഗോവ പ്രെപ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മള് ആദ്യം തന്നെ നമുക്ക് ഗോവയിലേക്ക് പോവാൻ എന്ത് വേണം? ഒരു ബാഗ് വേണം. ബാഗ് ഉണ്ടെങ്കിലേ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റുള്ളൂ. കാരണം അജയ്ക്ക് തന്നെ ഒരു ലോഡ് ഡ്രസ് ഉണ്ട്. 1 വീക്കാണ് ഗോവയിലേക്ക് പോകണമെങ്കിൽ ആദ്യം വേണം ഗോവ വേണം. അതേപോലെ സോളോ പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബാഗ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി സോളോ പോകുമ്പോഴല്ല കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും കൂടെ ഗോവയിൽ പോകുമ്പോഴാണ് നമ്മളിപ്പോൾ ആ ബാഗ്. എൻ്റെ ബുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളോ പോകുമ്പോൾ ഞാൻ പൈസ കൊടുത്ത് മേടിക്കണം. ഇതാകുമ്പോഴത്തേക്കും മുതലാളി പൈസ കൊടുക്കും. അതവൻ്റെ വെറും തോന്നലാണ്. പറ്റുമോ സക്കീർ ബൈക്ക്? നിന്നെക്കൊണ്ട് പറ്റും. നിന്നെ എടുക്കാം ഞാൻ, നീ ബാഗ് എടുക്കും. എന്നെ നീ എടുക്ക് നീ. അപ്പൊ വീഡിയോ ആരെടുക്കും? വീഡിയോ മെറ്റെടുത്തോളൂ. ഞാനിവിടെ ഒരു കണ്ണാടി കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് എന്റെ ഫേസ് ഒന്ന് നോക്കാൻ വന്നതാ. അപ്പോഴാണ് അജയ് എന്റെ അടുത്ത് ഇത് കാണിച്ചത്. യെസ്, സക്സസ്. സോ ഇതാണ് നമ്മളെടുത്ത ബാഗ്. ഇതിൽ അത്യാവശ്യം ക്ലോത്ത്സ് ഒക്കെ കൊള്ളുന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എത്ര ലിറ്റർ? 80 to 120. അതായത് ഇതിൻ്റെ അകത്ത് ഈ സിബ് വെച്ചിട്ട് ഇതിനെ 80 ആക്കാം, അതുപോലെ തന്നെ 80 ആക്കാം, ഇല്ലെങ്കിൽ 120 ആക്കാം. 80 to 120 ആണ്. അത്യാവശ്യം നല്ല ബാഗാണ്. പിന്നെ അജയുടെ ഫേവറേറ്റ് കളർ യെല്ലോ. അജയ്ക്ക് യെല്ലോ ആണ് ഇഷ്ടം. ബിക്കോസ് അജയ് ഈസ് ഡേർട്ടി ഫെല്ലോ. യെല്ലോ ഡേർട്ടി ഫെല്ലോ. നിന്റെ മേളിലിരുന്ന യെല്ലോ ഡേർട്ടി ഫെല്ലോ സിറ്റിംഗ് ആണ് ബഫല്ലോ. അതുകൂടെ ആരും ചോദിച്ചിട്ടില്ല, മനസ്സിലായോ? നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഡെക്കാത്ലോൺ ഒരു ബാഗ് മാത്രമേ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് പ്രോട്ടീൻ ബാർസ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആ ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ നമുക്ക് ബോയ്ക്കും ആരോയ്ക്കും ഹാർനസ് ഒക്കെ വാങ്ങാനുണ്ട് ഹഫ്റ്റിന്ന്. പക്ഷെ അത് മിക്കവാറും നമ്മൾ നാളെ വാങ്ങത്തുള്ളൂ. കാരണം പിള്ളേരെയും കൊണ്ടുപോകണം, എന്നാലേ നമുക്ക് ആ ഒരു അവരുടെ സൈസും മെഷർമെന്റും ഒക്കെ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പം നാളെ പോകാം. അപ്പം ഞാനും അജയും മാത്രമല്ല പിള്ളേരും ഉണ്ട്. പിന്നെ പിള്ളേര് മാത്രമല്ല, നമ്മുടെ കൂടെ വേറെയും കുറച്ച് പേരും കൂടെ ഉണ്ട്. അതെ, വേറെയും കുറച്ച് പിള്ളേരും കൂടി ഉണ്ട്. ബോയും ആരോയും കൂടാതെ നമുക്ക് വേണ്ടപ്പെട്ട വേറെയും കുറച്ച് പിള്ളേരും കൂടെ ഉണ്ട്. അവരാരാണ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ വഴിയെ കാണിച്ചിരുന്നതായിരിക്കും. മിക്കവാറും നാളെ രാവിലെ മോർണിംഗ് ആയിരിക്കും നമ്മൾ അവരെ മീറ്റ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അവരാരാണ്, എന്തിനാണ് അവർ വരുന്നത്, നമ്മൾ എത്ര ദിവസമാണ് നമ്മുടെ ഈ ട്രിപ്പ് ഉള്ളത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നാളെ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇത് നീ പോയിട്ട് നിന്റെ പണികൾ ചെയ്യും. അജയുടെ ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ വണ്ടിയിൽ സാധനങ്ങൾ മൊത്തം കയറ്റുന്നത് അത് അജയുടെ പണിയാണ്. പിന്നെ ബോയും ആരോയും വീട്ടിലുണ്ട്. അവരിപ്പോൾ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. കാരണം അവരുടെ ഗ്രൂമിങ് എല്ലാം കഴിഞ്ഞ് അവരെ റൂമിൽ തന്നെ നിർത്തിയതാണ്. കാരണം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഫുള്ള് ഈ മണ്ണ് കൂടെ ഓടിക്കളിക്കും. കാരണം നമുക്ക് വണ്ടി കയറ്റാനുള്ളതല്ലേ. അപ്പോൾ എന്തായാലും ഞാനും കൂടെ അജയനെ ഹെൽപ്പ് ചെയ്യട്ടെ പാക്ക് ചെയ്യാൻ. ഇതെങ്ങനെ സാധിക്കുന്നു ഇത്രയും സാധനങ്ങൾ കൊണ്ടുവരാൻ? ഫുള്ള് ഓറഞ്ച് ആണല്ലോ. എന്താ? ഓ എന്റെ പൊന്നോ, ഫുള്ള് ഓറഞ്ച് ആണ്. അവരുടെ ടോയ്സും ടിഷ്യൂ ഒക്കെ അതൊക്കെ നീ ഇതിന്റെ കെറ്റിയോ? പിള്ളേരുടെ ടോയ്സ് ഒക്കെ, ഡൈസന്റെ ചാർജർ ഒക്കെ പിള്ളേരുടെ ടോയ്സ് എവിടെ? ആ മെഡിസിൻ ടോയ്സ് എവിടെ? ആ അതെ 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 അതെ, കുറച്ചധികം ടോയ്സ് ഞാൻ അവർക്ക് മേടിച്ചിട്ടുണ്ട്. പിള്ളേര് രണ്ടുപേരെന്തേ വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. ഹെഡ്സപ്പ് ഫോർ ടെയിൽസ് പെറ്റ് സ്റ്റോർ. ആരോനെ എനിക്ക് തന്നേക്ക്, ഞാൻ പിടിച്ചോളാം ആരോനെ. ബോബുന് ഭയങ്കര പേടി കേട്ടോ. അവൻ വിചാരിക്കുന്ന അവനെ ബോഡി ചെയ്യാൻ കൊണ്ടുപോകാന്നാണ്.
ആക്ച്വലി സംഭവം അവരിത് മേടിക്കാൻ വേണ്ടി വന്നാണ്, പക്ഷെ ചേട്ടന് ഭയങ്കര പേടി. ബൂബു എന്തിനാ പേടിക്കുന്ന? വേഗം ഹാർനസ് മേടിച്ചോ. ഹായ്, കൊറേ ടോയ്സ് ഉണ്ടല്ലോ ബൂബു. എന്തൊക്കെയാ ആരോ ബേബിക്ക് എന്തൊക്കെയാ വേണ്ടേ? ആരോ ബേബിക്ക് മറ്റേ CAD മൂസയിലെ ബിന്ദു പണിക്കരുടെ മാതിരിയാണ് ആരോ ബേബി. എന്തൊക്കെയാ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ്. ഇത് എല്ലാ സ്ഥലത്തേക്കും ഓടിപ്പോകുന്നുണ്ട്. യൂഷ്വലി നമ്മൾ റെഫേറിന്റെ ഹാർനസ് ആണ് യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ഹഫ്റ്റിൽ അവരുടെ ഓൺ ബ്രാൻഡിന്റെ ഹാർനസ് ആണ് അവരിപ്പം ചെയ്യുന്നതെന്നുള്ളത്. ബൂബു ഹാർനസ് ഇട്ടില്ലേ? ഇനി ആരും ഇടട്ടെ? ട്വിന്നിങ് ആണല്ലോ. ഡാഡിയും ആരൂട്ടിനും ഓറഞ്ച്, മമ്മയും ബൂബും റെഡ്. ബൂബു ഉടുപ്പിടുവാണോ? ഗുഡ് ബോയ് ബൂബു. വാവ്, ബ്ലൂ കളർ. ബൂബുവിന്റെ ഡ്രസ്സിന്റെ മുകളിലുള്ള ടെക്സ്റ്റ് എന്താണ് അജയ്? അതെന്താ ടെക്സ്റ്റ്? ദ ഫാമിലി ഫേവറേറ്റ്. യെസ്, ബൂബു ആണ് നമ്മുടെ ഫാമിലി ഫേവറേറ്റ്. അതൊക്കെ അല്ലേ? ഏ ബൂബു മസിൽമാൻ, ഗുഡ് ബോയ്. ഞാൻ ബില്ല് ചെയ്തതാണ്. ഡാഡിയും പിള്ളേരൊക്കെ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്നത് ഞാൻ. കുറേ ആയി അവരുടെ ഹാർനസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട്. കാരണം യൂഷ്വലി എനിക്ക് തോന്നുന്നത് ഒരു 3-4 ഇയേഴ്സിന് ശേഷമാണ് അവരുടെ ഹാർനസ് ഇപ്പം മാറ്റുന്നത്. നമ്മൾ ആദ്യം റെഫേറിന്റെ ഹാർനസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് കഴിച്ച് നേരെ ഗോവയിലേക്ക് പോവാണ്. താങ്ക് യു. We are on our way to Goa right now. നമ്മൾ സൂപ്പർ എക്സൈറ്റഡ് ആണ് ഈ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്യണതിൽ. ആ ബ്രാൻഡ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വീക്ക് ലോങ് ആയിട്ടുള്ള നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഉള്ള ഒരു ഇവന്റ് പോലെയാണ് നമ്മൾ ഇനിഷ്യലി ഇതിനെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളവിടെ ഓൾറെഡി എന്തായാലും ഉണ്ടല്ലോ, അപ്പോൾ വീക്കെൻഡ് ലെറ്റ്സ് ഹോസ്റ്റ് എൻ ഇവന്റ് അല്ലെങ്കിൽ ലെറ്റ്സ് ഹോസ്റ്റ് എ സെഷൻ ഓർ സംതിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തന്നെ ഒരു സെഷൻ ഹോസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ലേറ്റർ നമ്മൾ 2-3 പേരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും അവരുടെ ആ ഒരു നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ളത് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ആ ഒരു എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങി വന്നപ്പോൾ വി തോട്ട് എന്നാൽ പിന്നെ നമുക്ക് സാറ്റർഡേ സൺഡേ മൾട്ടിപ്പിൾ ഇവൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് ചെയ്യണ രീതിയിലുള്ളൊരു ഇവൻ്റ് ആക്കി എടുക്കാം എന്നുള്ളത്. അങ്ങനെയാണ് സ്പാർക്ക് ഗ്രൂ ഇൻ ടു സംതിങ് ബിഗർ. ആൻഡ് വി നോ നമ്മൾ നമ്മുടെ ഒരു തട്ടകത്തിലല്ല കളിക്കണെന്നുള്ള വേറെ തന്നെ ഒരു പുതിയ സ്ഥലത്താണ്. പക്ഷെ ഇഫ് വി ക്യാൻ മേക്ക് ദിസ് ഹാപ്പൻ ഇൻ ഗോവ, വി ക്യാൻ മേക്ക് ദിസ് ഹാപ്പൻ എനിവേ. അഞ്ജന മിണ്ടാത്ത വേറൊന്നും കൊണ്ടല്ല, അഞ്ജന വിശന്നിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് അജയ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നൈസ് റോഡ് എന്നല്ല, ഹൈവേ കയറിയാൽ നമുക്കപ്പം ഫുഡ് കഴിക്കാം. ഇപ്പൊ ഞങ്ങള് നൈസ് റോഡ് കയറി ഞങ്ങൾ ഇറങ്ങി. ഇതുവരെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോ അതേ അജയ് ഇവിടെ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് വീണ്ടും എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ഇവിടെ എന്താ പറയൂ? എന്തൊക്കെയോ മാപ്പില് എടുത്ത് നോക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. രാവിലെ ഒരു മഷ്റൂം ബ്രെഡ് ടോസ്റ്റും ഒരു പുഴുങ്ങിയ പഴവും കഴിച്ചതാ, പിന്നൊന്നും കഴിച്ചില്ല. ഉച്ചക്ക് നമ്മൾ എന്തായാലും ഉച്ചക്ക് ഇറങ്ങുന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പോസ്റ്റ് ലഞ്ചായി. പിന്നെ പിള്ളേർക്ക് പോയി ഹാർനസ് ഇതൊക്കെ വാങ്ങി. പിന്നെ ഇവിടുത്തെ ബാംഗ്ലൂർ ട്രാഫിക് ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ഇപ്പൊ സമയം എത്രയായെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ബോനി ആരോനി അവരുടെ പോർട്ടീസൂസിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുത്താണ്. സംഭവം എന്താന്ന് വെച്ചാൽ ഇപ്പോഴും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഇപ്പോഴും റെസ്റ്റോറന്റ് കണ്ടില്ല, പക്ഷെ അപ്പുറത്തെ ഒരു ഹോട്ടൽ അജയ് കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങാനും ഞാൻ നേരത്തെ അവിടുന്നാണോ കഴിച്ചത്? അപ്പൊ അതുകൊണ്ട് അതിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അപ്പൊ പിള്ളേരുടെ പോർട്ടീസൂസും ഒക്കെ പിള്ളേരുടെ പോർട്ടീസൂസും ഒക്കെ കഴിഞ്ഞ് അറിയാലോ. അവരുടെ പൂവൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മള് വണ്ടി കയറ്റ. എന്നെ ഈ വീഡിയോയിൽ കാണുന്നുണ്ടോന്ന് പോലെ എനിക്ക് അറിയാം. ഞാനുണ്ടോ? സന്തോഷം. ഷുണ്ണാനി തുടച്ചേ. അതിന്റെ ഷുണ്ണാനിയൊക്കെ തുടക്കണം. മെല്ലെ തുടക്കുക. ആരുടെ ഷുണ്ണാനി? ആരൂട്ടിന്റെ ഷുണ്ണാനിയൊക്കെ വളരെ സോഫ്റ്റ് ഷുണ്ണാനിയാണ്, കുഞ്ഞു ഷുണ്ണാനിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പിള്ളേർ അവരുടെ പോർട്ടീസൂസു പരിപാടിയൊക്കെ കഴിഞ്ഞു. ഈവനിങ് അല്ലേ നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് അവർക്ക് പ്രോപ്പർ അവരുടെ മീല് ഞാൻ കൊടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ ചിക്കനും മുട്ടയൊക്കെ ആയിട്ട് അവരുടെ മീല് പ്രോപ്പർ ആയിട്ട് ഞാൻ കൊടുത്ത് കഴിഞ്ഞു. 3 പേര് എന്നെ ഇങ്ങനെ വായ നോക്കി. യു മീൻ ഞങ്ങള് 3 പേര്?
എവിടെ ബോബുക്കണ്ണ ആരുട്ടിനെ ലീഷ് ഇട്ട്? ആരുട്ടിനെ ലീഷ് ഇടുന്ന ജോലി അജയുടെയാണ് ഞാൻ കാണിച്ചത്. ആരോയ്ക്ക് ലീഷിൽ ആരോനെ ടൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോ നേരെ ഫ്രണ്ടിലേക്ക് വരും. പിന്നെ ആരോ ഒറ്റയ്ക്ക് വണ്ടിയൊക്കെ ഓടിച്ച് ഗോവയിലെത്തും. കാരണം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പം വണ്ടി ഓൺ ചെയ്തിടും, കാരണം ഇല്ലെങ്കിൽ ചൂടല്ലേ. അപ്പൊ ബോബു ദേ ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി കിട്ടിയത്. ലോണൊക്കെ ഉണ്ട്. അപ്പം അവര് പറഞ്ഞു ബോനി ആരോനിയും വേണമെങ്കിൽ ഈ ലോണിലേക്ക് കൊണ്ടുവരാം, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അവരെ വേണേൽ കൂടെ നിർത്താം, കാറിൽ നിർത്തണ്ടെന്നുള്ളത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കാറ് പാർക്ക് ചെയ്ത് അവിടെ തന്നെ 2-3 പൂച്ചകളുണ്ട്. അപ്പോൾ ബോയ്ക്ക് പൂച്ചേനൊക്കെ കാണുമ്പം കുറച്ച് സീനാണ്. അവൻ കാറ്റ്സിന് അവന് തീരെ ഇഷ്ടമല്ല. മഷ്റൂം പെപ്പർ ഡ്രൈ ആണിത്. മഷ്റൂം പെപ്പർ ഡ്രൈ അല്ലേ അജയ്? മഷ്റൂം പെപ്പർ ഫ്രൈ ആണ്. സോ യമ്മി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി വിശന്നിട്ടാണോ എന്ന് എനിക്കറിയില്ല, നല്ല ടേസ്റ്റ്. നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞത്, വെജ് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ മഷ്റൂം പെപ്പർ ഡ്രൈ കൊണ്ടുവന്നു. അപ്പം എൻ്റെ അടുത്ത് അജയ് പറയാം, ഇത് മുഴുവൻ കഴിച്ച് തീർക്കില്ലേ, ഫ്രൈഡ് റൈസ് വന്നിട്ട് വേണം കഴിക്കണമെന്ന്. കാരണം ഇത് അത്രയും ടേസ്റ്റാണ്, ഭയങ്കര നല്ല ടേസ്റ്റ്. അജയ് പിള്ളേരെ നോക്കാൻ പോയതാണ്. ബോയും ആരോയും എന്ത് ചെയ്യാം, കിടക്കുകയാണോ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോയതാണ്. വണ്ടീൻ്റെ അടുത്തേക്ക് പോയതാണ്. അപ്പം ആ സമയത്ത് ഞാൻ കുറച്ച് മഷ്റൂം കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒന്ന് താഴത്തേക്ക് നോക്കിയത്, അതേ ഒരാൾ കണ്ടോ ഇവിടെ വന്നിരിക്കുന്നേ. എൻ്റെ പൊന്നോ, ബോബുക്കണ്ണനെ ഞാൻ കാറിൽ നിർത്തിയത് നന്നായി, ഇല്ലെങ്കിൽ ഇവനെ ബോബുക്കണ്ണൻ ശരിയാക്കിയാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ മധുരമുള്ളത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ലഡും പിന്നെന്തെന്നാ ലഡും ജിലേബില്ല, ലഡും പിന്നെന്തെന്നാണത് എന്തോ അജയ്ക്ക് കഴിക്കാൻ പറ്റിയ കാജുവിന്റെ എന്തോ ഒരു സ്വീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ലഞ്ച് കഴിച്ചിട്ട് കഴിക്കാന്നാ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ ഡിന്നർ കഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ആരോ ബേബി കട്ട കലിപ്പാണ്, കാരണം അവനെ കെട്ടിയിട്ടുന്നത് അവന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സ്മെല്ല് കിട്ടിയപ്പോ പിള്ളേര് രണ്ടുപേരും എത്തിയിട്ടുണ്ട്. അതെങ്ങനെ സോഗി ചെയ്യേണ്ട ലഡു? നിങ്ങൾക്ക് ഈ ലഡു ഇഷ്ടമാണോ? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ലഡു. ഭയങ്കര യമ്മിയാണിത്. യമ്മി എന്ന് വെച്ചാൽ ഭയങ്കര യമ്മി. പ്രോപ്പറായിട്ടുള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും മധുരമുള്ള കഴിക്കണം, എന്തെങ്കിലും. അപ്പം നേരത്തെ മേടിച്ച് വെച്ചേരും. സോ ഗുഡ്. സോ നമ്മളൊരു ചെറിയ പവർ നാപ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഓൾമോസ്റ്റ് ഒരു 350 കിലോമീറ്റേഴ്സും കൂടി ഉണ്ട്. 330 ആണോ? 330 കിലോമീറ്ററും കൂടി ഉണ്ട് ഗോവയിലേക്ക്. അപ്പം ഇപ്പം സമയം 10:30. സാധാരണ ഈ സമയത്തൊന്നും അങ്ങനെ നമുക്ക് ഉറക്കം വരാറില്ല. നമുക്കെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അജയ്ക്ക് ഉറക്കം വരാറില്ല. അവൻ വീട്ടിലൊക്കെ ആണെങ്കിൽ ഗെയിമൊക്കെ കളിച്ചും അല്ലെങ്കിൽ സീരീസൊക്കെ കണ്ട് 12-1 മണിക്കൊക്കെ കിടക്കാറ്. പക്ഷെ ഇന്ന് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റു. പിന്നെ കുറേ ഓടി നടന്ന് കുറേ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല, അവന് ചെറിയൊരു ഉറക്കം വരുന്ന പോലെ തോന്നി. ഞാൻ പറഞ്ഞല്ലോ, ഉറക്കം വരുന്ന പോലെ തോന്നിയ വണ്ടി അപ്പം അജയ് സൈഡാക്കും, പിന്നെ ഡ്രൈവ് ചെയ്യൂല. കുറച്ച് പോകാം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിള്ളേർ ഇതേ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കാറിൽ ലൈറ്റ് ഓൺ ചെയ്യാത്ത തന്നെയാണ്, കാരണം പിള്ളേർ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. നമ്മളൊരു പെട്രോൾ പമ്പിലാണ് നിർത്തിയത്. ആൾക്കാരും ഉണ്ടാകും, പിന്നെ ഫുൾ ലൈറ്റും ഉണ്ടാകും. നമുക്ക് കുറച്ചുകൂടി ഒരു സേഫ്റ്റി ഫീൽ ചെയ്യും. അതായത് ഇവിടെയൊക്കെ കണ്ടു വേറെയും കുറേ ലോറിയും പിന്നെ വേറെ എന്തോ ഒരു ട്രക്ക് പോലുള്ള വണ്ടിയും, പിന്നെ അപ്പുറത്തെ സൈഡിൽ കാറൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ അതേ അജയ് കിടന്നുറങ്ങുവാണ്. എനിക്കങ്ങനെ ഉറക്കം വരുന്നില്ല, പക്ഷെ എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യും കുറച്ച് നേരം ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളത്. ഇല്ലെങ്കിൽ ഞാൻ അതേ ഫോണിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. കാരണം എനിക്ക് പിന്നെയാണെങ്കിലും കിടന്നുറങ്ങാമല്ലോ. അജയ് അല്ലേ വണ്ടി ഓടിക്കുന്നത്. ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ബ്ലോഗ് എടുക്കാം. ഓക്കെ, ഞങ്ങളിപ്പം ഹൈവേയുടെ ഏതോ സൈഡിലാണ്. ഈ കൊച്ചു വെളുപ്പംകാലത്ത് അജയ് എന്നെയും ബോനെയും ആരോനെയും ഒക്കെ വിളിച്ചുണർത്തി. മറ്റേ പിള്ളേരുടെ സുസു ബ്രേക്ക് ആയിരുന്നു.
പക്ഷെ അജയ് പറഞ്ഞു സുസു മാത്രല്ല പിള്ളേർക്ക് പോട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോട്ടി ഇല്ലാത്ത ബോനെ ഇത് കൂടെ നടത്തിച്ച് പോട്ടി ഇടിപ്പിച്ച്. ആരോനെ ഇനി ആ ശ്രമത്തിലുള്ള ഇതിലേക്കാണ് അജയ് പോകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു ആരോയ്ക്ക് പോട്ടിയൊന്നുമില്ല, നമുക്ക് പോകുന്നത്. കാരണം ഭയങ്കര തണുപ്പ്. പിന്നെ പോരാത്ത എനിക്കാണെങ്കിൽ ഭയങ്കര ഉറക്കത്തിൻ്റെ ഇടും. കാരണം അജയ് ഉറങ്ങിയ സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് ഇനി വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ച. അപ്പൊ പക്ഷെ അജയ് പറഞ്ഞില്ല ഇപ്പോഴാണെങ്കിലും വ്ളോഗ് ചെയ്തത്. പോ ആരോ ശരി. ഇത് നാളെ രാവിലെ അവിടെ ചെന്നിട്ട് ഈ വീഡിയോ ഒക്കെ കാണും പറയാ നമ്മള് വ്ളോഗ് ചെയ്തോ എന്ന് ചോദിക്കും. ചെല്ലു പൊക്കോ. പിള്ളേര് വണ്ടിക്കകത്ത് ഗുഡ് മോർണിംഗ്. ഞാൻ അങ്ങനെ ഇപ്പം എഴുന്നേറ്റതാണ്. ആരോ ബേബിയുടെ തലയുടെ ആരോ സ്മെല്ല് പിടിക്കാൻ ആരോ ബേബി. ബോബു എവിടെ? ബോബു ദേ ഈ സൈഡിലുണ്ട്. ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളോട് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞില്ലേ വേറെ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് അല്ല, വേറെ 2 പിള്ളേരുണ്ടെന്നുള്ള. ആ പിള്ളേര് ഈ പിള്ളേരല്ല കേട്ടോ, ഇവനല്ല, ഈ കൊമ്പുകുലിക്ക് പോകുന്ന സുണ്ടി ബോയ് അല്ല. നമ്മുടെ വേറെ 2 പിള്ളേരുണ്ട്. അതായത് ബോ ആൻഡ് ആരോയ്ക്ക് പുതിയ 2 ഫ്രണ്ട്സിനെ കിട്ടാൻ പോവാണ്. അവരവിടെ വെയിറ്റിംഗ് ആണ്. അപ്പൊ അവരെ നമ്മള് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ 2 പിള്ളേരെന്ന് പറഞ്ഞത് ദേ ഇവനല്ല, ദേ ചൈത്രയും അഭയും ആണ്. നമ്മളിപ്പോ ദേ നമ്മുടെ റൂം ചെക്ക് ഇൻ ചെയ്തു. ദേ ആരോനും ബോനും ഞാൻ അവരെ കുറച്ചു നേരം ഒന്ന് റൂമിൽ ഓഫ് ലീഷ് ഇട്ടാണ്. പുറത്ത് അവരെ ഓഫ് ലീഷ് ഇടാൻ പറ്റത്തില്ല, കാരണം നല്ല മഴയാണ്. അപ്പം അവിടെ ബാൽക്കണിയുടെ അവിടെയൊക്കെ വെള്ളമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ റൂമിലാണ് അവരെ കുറച്ചു നേരം ഓഫ് ലീഷ് ഇട്ടത്. അജയ് ബാക്കി ലഗേജ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. ഇത് ഞാൻ വേറൊരു ബെഡ്ഷീറ്റ് ബെഡിന്റെ മുകളിലിട്ടാണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു കളറാണ് ബെഡ്ഷീറ്റ് വരുന്നത്. ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിന്റെ മുകളിൽ ഞാൻ കൊണ്ടുവന്നൊരു ബെഡ്ഷീറ്റാണ്. അപ്പം അവർക്ക് ഇതേ കണ്ടോ, ആരോ ബേബിയൊക്കെ കണ്ടോ, കയറി കിടക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഓരോ കോപ്രായങ്ങൾ കാണിക്കും. അപ്പം ബെഡ്ഷീറ്റ് അഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു ബെഡ്ഷീറ്റ് വെച്ച്. ഇത് നമ്മൾ ബോയ്ക്കും ആരോയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് എടുത്തൊരു റൂമാണ്. അപ്പം ഇവിടെ ബോയും ആരോയും അജയ് ആയിരിക്കും കൂടുതൽ സമയം ഉണ്ടാവുക. കിടന്നുറങ്ങിക്കോ, സ്ലീപ്പിക്കോ, സ്ലീപ്പി ടൈം.